നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട KSRTC ഡ്രൈവർക്ക് ഇപ്പോൾ സസ്പെൻഷൻ. നമുക്കറിയാം, മുഖ്യമന്ത്രി വി.ഡി. സതീഷിനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ വലിയ സ്വീകാര്യതയാണ്. പുതിയ തലമുറയിലെ പിള്ളേർക്കിടയിലൊക്കെ തന്നെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പല എക്സ്പ്രഷനും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വൈറലാകുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പല പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ അതൊക്കെ തന്നെ പരിധികളുടെ എല്ലാ സീമകളും ലംഘിക്കുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ചിത്രം വളരെ മോശമായ രീതിയിൽ മോർഫ് ചെയ്ത് അത് പോസ്റ്റിലൂടെ പ്രചരിപ്പിച്ച നെടുങ്കണ്ടം യൂണിറ്റിലെ ഡ്രൈവർ സുനിൽ കുമാറിനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ മേഖലയ്ക്ക് കീഴിൽ തന്നെ ജോലി ചെയ്തിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതിനാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. 1960 കേരള സിവിൽ സർവീസ്, അതായത് തരംതിരിവിലും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങളുടെ 10ാം വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. സർക്കാർ ജീവനക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യക്തികളെ അവഹേളിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് അറിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ മോർഫ് ചെയ്ത ചിത്രം പോസ്റ്റ് ചെയ്തു. ഈ പ്രവൃത്തി ഗുരുതരമായ ചട്ടലംഘനവും അച്ചടക്ക ലംഘനവുമാണെന്നും ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രിയെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നതിനായി സുനിൽകുമാർ മോർഫ് ചെയ്ത ചിത്രം ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിക്കുകയായിരുന്നു. പൊതുജന മധ്യത്തിൽ സർക്കാരിൻ്റെയും KSRTC കോർപ്പറേഷൻ്റെയും അന്തസ്സിനെ കളങ്കം വരുത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിനാണ് ഇപ്പോൾ നടപടി. വകുപ്പ് തലത്തിലാണ് സുനിൽകുമാറിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. ഏതായാലും ഇത്തരത്തിൽ സ്വന്തം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനോട് പല തരത്തിലും പല അഭിപ്രായങ്ങളിൽ വ്യത്യാസങ്ങൾ, പലർക്കും വരെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ ഉണ്ടാവുക. പക്ഷേ ഒരിക്കലും ഇത്തരത്തിൽ വളരെ വൃത്തികെട്ട രീതിയിലായിരിക്കരുത് അതിൻ്റെ ഒരു പ്രതികരണം വരേണ്ടത്. സഭ്യമായ ഭാഷയിൽ പ്രതികരിക്കുന്ന എത്രയോ പോസ്റ്റുകൾ നമ്മൾ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ വായിക്കുന്നുണ്ട്. വിമർശനങ്ങളാവാം, അല്ലെങ്കിൽ തെറ്റുകൾ ചൂണ്ടിക്കാട്ടാം. പക്ഷെ ഒരിക്കലും അത് വളരെ മോശമായിട്ടുള്ള വൃത്തികെട്ട ഭാഷയിലോ അല്ലെങ്കിൽ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടോ ആകരുത്. അദ്ദേഹം ജനങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ള ജനാധിപത്യ രീതിയിൽ തന്നെ വന്നിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടി അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായപ്പോൾ വേഗം തന്നെ എടുത്തിരിക്കുന്നത്. അതേസമയം ഇൻസ്റ്റഗ്രാമിലും സൂപ്പർ സ്റ്റാർ ആവുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ചുമതലയേറ്റ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം പേജ് 10 ലക്ഷം ഫോളോവേഴ്സാണ് കടന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 5 ദിവസം കൊണ്ട് ഇത് 1.6 മില്യൺ, അതായത് 16 ലക്ഷം ഫോളോവേഴ്സായി ഉയർന്നു. സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളിൽ ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും ഫോളോവേഴ്സ് ഉള്ളവരിൽ 2ാം സ്ഥാനത്ത് അദ്ദേഹം എത്തി. 2.2 മില്യണുമായി, അതായത് 22 ലക്ഷമാണ്. ശശി തരൂരാണ് ഒന്നാമത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് 15 ലക്ഷം ഫോളോവേഴ്സാണുള്ളത്. ഫേസ്ബുക്കിൽ 8,13,000 പേരും എക്സിൽ 51,500 പേരുമാണ് മുഖ്യമന്ത്രിയെ ഫോളോ ചെയ്തത്. കേരളത്തിലെ ഏറ്റവും അധികം പേർ സമൂഹ മാധ്യമങ്ങളിൽ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവും ശശി തരൂർ MP ആണ്. എക്സ് അക്കൗണ്ടിൽ 8 മില്യൺ പേര്, ഫേസ്ബുക്കിൽ 1.7 മില്യൺ പേരുമാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. ഇതേസമയം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വർഗീയവാദിയെന്ന് അധിക്ഷേപിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ സുജിത്തിനെതിരെയാണ് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി വിജയ് ഭാരത് റെഡ്ഡി അടിയന്തര നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മന്ത്രി KM ഷാജി അധികാരമേറ്റയുടനെ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ നടത്തിയ രാഷ്ട്രീയ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് വലിയ വിവാദത്തിനും തുടർ നടപടികൾക്കും വഴിവെച്ചത്. കാസർഗോഡ് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥരും സുഹൃത്തുക്കളും അടങ്ങുന്ന പോലീസ് ഫ്രണ്ട്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നു സുജിത്ത് വിവാദ സന്ദേശം പോസ്റ്റ് ചെയ്തത്. ഇടതുപക്ഷ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കളുടെ സാന്നിധ്യം ചൂണ്ടിക്കാട്ടുന്നതിനൊപ്പം മന്ത്രി KM ഷാജിയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള വാചകങ്ങളാണ് സന്ദേശത്തിൽ ഉണ്ടായിരുന്നത്. മുമ്പ് നടന്ന 2 സത്യപ്രതിജ്ഞാ ചടങ്ങുകളും UDF മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ബഹിഷ്കരിച്ചത് അവരുടെ സംസ്കാരമാണെന്നും സന്ദേശത്തിൽ കുറ്റപ്പെടുത്തുന്നു. അന്നത്തെ ചടങ്ങിലെത്തിയ പിണറായി വിജയനെ കോൺഗ്രസുകാരും
കേരള കോൺഗ്രസുകാരെ സ്വീകരിക്കുന്നത് വീഡിയോയിൽ കാണാമെന്നും കൊടും വിഷം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട രാജീവ് ചന്ദ്രശേഖറും പരനാറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട NK പ്രേമചന്ദ്രനും അവിടെ ഉണ്ടെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതേ വേദിയിൽ നിന്നും തുവാല കൊണ്ട് മുഖം തുടച്ച് രക്ഷപ്പെടുന്ന ഒരു വർഗീയവാദിയെ കാണാമെന്നും അത് ഉറക്കത്തിൽ പോലും മതം മാത്രം പുലമ്പുന്ന KM ഷാജിയാണെന്നുമാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ഗ്രൂപ്പിൽ കുറിച്ചത്. മൈക്ക് കെട്ടി അണികളുടെ മുന്നിൽ തെറി വിളിച്ച ആളാകാൻ ഏതവനും പറ്റുമെന്നും പിണറായി വിജയൻ എന്ന മനുഷ്യന്റെ മുന്നിൽ നിവർന്നു നിൽക്കാൻ ഷാജിയുടെ മുട്ടുപിറയ്ക്കുമെന്നും സന്ദേശത്തിൽ ആക്രോശിക്കുന്നുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് പരസ്യമായി ഉണ്ടായ ഈ രാഷ്ട്രീയ അധിക്ഷേപവും മുഖ്യമന്ത്രിക്കെതിരെയുള്ള മോശം പരാമർശവും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗം സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ച് ഔദ്യോഗിക റിപ്പോർട്ട് കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്തു. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ കണ്ടെത്തലുകളുടെയും റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിലാണ് CPO സുജിത്തിനെ സസ്പെൻഡ് ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവി ഉത്തരവിട്ടത്. ഉത്തരവാദിത്തത്തിൽപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ പരസ്യമായി രാഷ്ട്രീയ ചായ്വ് പ്രകടിപ്പിച്ചതും ഒരു മന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതും ഗുരുതരമായ അച്ചടക്ക ലംഘനമായാണ് വകുപ്പ് വിലയിരുത്തുന്നത്. വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശം: സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തി പിണറായി വിജയൻ, ഈ വീഡിയോ നിങ്ങൾ സൂക്ഷിച്ചൊന്ന് കാണണം. കഴിഞ്ഞ 2 സത്യപ്രതിജ്ഞാ ചടങ്ങുകളും UDF മുട്ടുന്യായങ്ങൾ പറഞ്ഞ് ബഹിഷ്കരിച്ചിരുന്നു. അത് അവരുടെ സംസ്കാരം. ഇന്ന് അതൊന്നും കാര്യമാക്കാതെ ചടങ്ങിനെത്തിയ പിണറായി വിജയനെ സ്വീകരിക്കുന്ന കോൺഗ്രസുകാരെയും കേരള കോൺഗ്രസുകാരെയും എന്തിനെ പിണറായി കൊടുവിഷം എന്ന് വിശേഷിപ്പിച്ച രാജീവ് ചന്ദ്രശേഖരനെയും പരനാറി എന്ന് വിശേഷിപ്പിച്ച പ്രേമചന്ദ്രനെയും നിങ്ങൾക്ക് കാണാം. എന്നാൽ ആ ഭാഗത്തു നിന്നും തൂവാല കൊണ്ട് മുഖം തുടച്ച് സ്കൂട്ടാകുന്ന ഒരു വർഗീയവാദിയെയും നിങ്ങൾക്ക് കാണാം. ഉറക്കത്തിൽ പോലും മതമാണ് പ്രശ്നമെന്ന് പുലമ്പുന്ന KM ഷാജിയെ മൈക്ക് കെട്ടി അടികളുടെ മുന്നിൽ തെറി വിളിച്ച ആളാകാൻ ഏതവനും പറ്റും. ആ മനുഷ്യന്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ നിന്റെ മുട്ടുവിറയ്ക്കും ഷാജിയെ, നീ നിന്ന് വിറയ്ക്കാൻ പോകുന്നതേയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ സന്ദേശം. ഏതായാലും അത് ഒരു പോലീസുകാരൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഒരു സന്ദേശമായതിനാൽ തന്നെ ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ സർക്കാർ ഭരണത്തിൽ ഏറെയെങ്കിലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെല്ലുവിളികൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അത് ചിലയിടങ്ങളിലൊക്കെ തന്നെ ഒരു പരിധി വിടുന്ന കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 10 വർഷത്തെ നീണ്ട കാലയളവിന് ശേഷമാണ് UDF സർക്കാർ അധികാരത്തിലേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനങ്ങളും സ്വന്തം നേതൃത്വത്തിനെതിരെയും അതുപോലെ തന്നെ UDF സർക്കാരിനെതിരെയും ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണാൻ സാധിക്കുന്നത്.